ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 78-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. സങ്കീർത്തകൻ പറയുകയാണ്, അവരവിടുത്തെ പ്രവർത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു. ഈ വചനത്തിന് വലിയ വ്യാപ്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം മറക്കരുതാത്ത ചില കാര്യങ്ങളുണ്ട്. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ, കർത്താവിൻ്റെ വിശ്വസ്തത, കാരുണ്യം, കർത്താവ് നടത്തിയ വഴികൾ, അവിടുത്തെ അനുഗ്രഹങ്ങൾ, അവിടെ നമുക്ക് വേണ്ടി ചെയ്ത ഓരോരോ അത്ഭുതങ്ങൾ, നമ്മളിതൊന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമ്പത്തായി ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഓരോ പ്രവൃത്തിയും കണ്ട് അനുഭവിക്കുവാനും അതിനെ ഓർത്ത് മനം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമുള്ള ഒരു ആഴമേറിയ വിശ്വാസവും ദൈവാശ്രയത്വവും നമുക്കുണ്ടാകും. പലപ്പോഴും ദൈവ പ്രവൃത്തികളെ നമ്മൾ മറന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനേകം തകർച്ചകൾക്കുള്ള അടിസ്ഥാന കാരണം. സങ്കീർത്തകൻ ഹൃദയവേദനയോടെ ഏറ്റുപറയുകയാണ്, അവരവിടുത്തെ പ്രവൃത്തികളും അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു. നമുക്ക് പറയാം, കർത്താവേ, ഒരിക്കലും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, നന്മകൾ മറന്നു പോകാതെ ദിനംതോറും അതിൽ പെരുകുവാൻ, അവിടുത്തെ നന്മകളെ ഓർത്ത് പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം തരുന്ന മുന്നറിയിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, നമ്മെ വല്ലാതെ അലട്ടുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. എല്ലാം നമ്മുടെ മധ്യയുള്ള, നമ്മോട് സംസാരിക്കുന്നവനായ നമ്മുടെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെല്ലാവരും അല്പസമയം പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ശുശ്രൂഷകൾ ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ റൂഹ നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിന്റെ തീയായ ആത്മാവ് ഇടപെടട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പാപ പൈശാചിക ആധിപത്യങ്ങളുടെ കുടുക്കുകള് കർത്താവിന്റെ അരൂപി നീക്കം ചെയ്യുവാൻ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യേ വരണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളോട് ഇടപെടണമേ. ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ. ഞങ്ങളെ പരിപാലിക്കണമേ. ഞങ്ങളെ വഴി നടത്തണമേ. ദൈവാത്മാവിന്റെ പരിവർത്തനങ്ങൾക്കായി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ അരൂപി നമ്മിൽ ശക്തിയോടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. സ്വർഗം നമുക്ക് വേണ്ടി ഇടപെടുന്ന സമയം, ദൈവത്തിന്റെ കൃപയുടെ കാറ്റ് ദേശാന്തരങ്ങളിൽ, രാജ്യങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ വീശി അടിക്കുന്ന കൃപയുടെ സമയമാണിത്. ദൈവാത്മാവിന്റെ സമയം തിരിച്ചറിഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. Come Holy Spirit, come Holy Spirit. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. നിറയണമേ
പരിശുദ്ധാത്മാവേ നിറയണമേ. അനേകായിരം അസംഖ്യാത്മാക്കളെ ആത്മാവേ നിറയുക. പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. ആമേൻ, ആമേൻ. യേശുനാമ ശക്തി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണമേ. ആത്മാവ് വെളിപ്പെടുത്തണമേ. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. അത്ഭുത ഡെലിവറൻസുകൾ, അത്ഭുത കൃപകൾ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ ആയിരങ്ങളിൽ, പതിനായിരങ്ങളിൽ, ജനലക്ഷങ്ങളിൽ, ജനകോടികളിൽ വരണമേ. ലോകരാജ്യങ്ങളിലേക്ക്, ദേശദേശാന്തരങ്ങളിലേക്ക്, കർത്താവിന്റെ സഭയിലേക്ക്, കർത്താവിന്റെ സമൂഹങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. Come Holy Spirit, come Holy Spirit. നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. കരങ്ങളും ഉയർത്തി, ഹൃദയം തുറന്ന്, അതരം തുറന്ന് ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഇടിമുഴക്ക ശക്തിയോട് ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, ദൈവത്തിന്റെ തീയേ, ദൈവത്തിന്റെ കാറ്റേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപപൈശാചിക ശക്തികളെ, നാരിക ബന്ധനങ്ങളെ, തിന്മയുടെ പോരുകളെ പരിശുദ്ധാത്മാവെ നിർവീര്യമാക്കണമേ. അസംഖ്യാത്മാക്കളിലേക്ക് വരണമേ. കർത്താവിന്റെ ജ്ഞാനത്തിന്റെ പ്രകാശമായി അനേകം ജീവിതങ്ങളിൽ പ്രകാശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ, നിങ്ങളുടെ സമൂഹങ്ങളെ സന്ദർശിക്കണമേ. അവിടുത്തെ രാജ്യങ്ങളിലേക്ക് വരണമേ. സാത്താന്റെ അടിസ്ഥാനങ്ങളെ, പൈശാചിക പോരുകളെ, നാരകീയ രൂപികളെ, ഇരുട്ടിന്റെ ശക്തികളെ ദൈവത്തിന്റെ ആത്മാവേ തകർത്തു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ജീസസ്. റൂഹ, റൂഹ, റൂഹ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ നിയോഗത്തിന് മേൽ ആത്മാവേ വരണമേ. അവിടുത്തെ കൃപയുടെ കരങ്ങൾ നീട്ടി അവരെല്ലാം ആശീർവദിക്കണമേ. കർത്താവേ, നിന്റെ തേജസ്സിനാൽ ഞങ്ങൾ പൊതിയപ്പെടട്ടെ. കർത്താവിന്റെ തേജസ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. പരിശുദ്ധ അമ്മ മാതാവേ, ഔസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി ഇന്നത്തെ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അനേകം ആയിരങ്ങൾ നമ്മുടെ ശാലോം ടെലിവിഷനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങളെയെല്ലാം കർത്താവ് തൻ്റെ വചനമയച്ച് ആശീർവദിക്കുന്ന കൃപയുടെ സമയമാണിത്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സമയം തിരിച്ചറിയുക. പരിശുദ്ധാത്മാവിൻ്റെ സമയം തിരിച്ചറിയുക. നമ്മുടെ ജീവിതവുമായുള്ള ബന്ധത്തിൽ ഈ വചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് അനുവദിച്ചു തരുന്ന സമയത്തെ നാം തിരിച്ചറിഞ്ഞ് ആ സമയത്തെ നാം വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലൂടെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുകയില്ല. നമ്മുടെ ജീവിതം കർത്താവിനും സഭയ്ക്കും വേണ്ട വിധം പ്രയോജനപ്പെടാതെ നഷ്ടപ്പെട്ടു പോകും.
എത്രയെത്രയോ അവസരങ്ങള്, സാധ്യതകള്, സമയങ്ങള് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അനുവദിച്ചു തന്നു. കർത്താവിനെ സ്നേഹിക്കുവാൻ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ, സുവിശേഷ വേല ചെയ്യുവാൻ, കൂട്ടായ്മകളെ ബലപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ സഭയെ ശക്തീകരിക്കുവാൻ, പരസ്പരം സ്നേഹിച്ച് കൃപയിൽ മുന്നേറുവാൻ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഹൃദയ തകർച്ചയോടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ എത്രയോ സമയം പരിശുദ്ധാത്മാവ് നമുക്ക് അനുവദിച്ചു തന്നു. എന്നാൽ പലപ്പോഴും വേണ്ട വിധം ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയത് കൊണ്ടാണ് ഇന്ന് ദൈവരാജ്യത്തിൻ്റെ അനേകം ശുശ്രൂഷകൾ ശുഷ്കമായി പോയത്. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ തൻ്റെ ശുശ്രൂഷയിൽ പലപ്പോഴും വളർച്ചയും പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടലും സംഭവിക്കാതെ പോയതിൻ്റെ ഒരു അടിസ്ഥാനം നാം സമയം തിരിച്ചറിയാതെ പോയി. സമയം വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയില്ല. സമയത്തെ നഷ്ടപ്പെടുത്തുന്നവരായിട്ട് മാറി. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ അരൂപി ശക്തമായി ഇടപെടുകയാണ്. എൻ്റെ സമയത്തെ തിരിച്ചറിയുക. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 26-ാം തിരുവചനം. എന്നാൽ എലീശ പറഞ്ഞു, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസന്മാർ ഇവയൊക്കെ സ്വീകരിക്കുവാനുള്ള സമയമായിരുന്നു അത്. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? പ്രവാചകനായ എലീശ തൻ്റെ ഭൃത്യനായ ഗഹസിയോട് പറയുന്ന പ്രവചന വാക്കാണിത്. ഗഹസി സിറിയ രാജ്യത്തിൻ്റെ സൈന്യാധിപനായിരുന്ന നാമാന്റെ അരികിൽ ചെന്ന് ആടുമാടുകളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ധനവും ലോകത്തിൻ്റെ ആകർഷകമായ അനേകം വസ്തുക്കൾ സ്വന്തമാക്കുകയാണ്. ഇതെല്ലാം പ്രവാചകനായ എലീശ പ്രവചനാത്മാവിൽ കാണുകയാണ്. എലീശയുടെ വാക്കുകൾക്ക് ഈ നാളുകളിൽ വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് ഈ പ്രവാചക വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കുമാണ് നൽകുന്നത്. തൻ്റെ സഭയോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. സമയം തിരിച്ചറിയുക. ആത്മാവിൻ്റെ സമയത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. പരിശുദ്ധാത്മാവ് തൻ്റെ കുടുംബങ്ങൾക്ക് നൽകുന്ന സന്ദേശം, തൻ്റെ സമർപ്പിതർക്ക്, വന്യവൈദികർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ആലോചന എന്താണ്? നിങ്ങൾ സമയത്തെ തിരിച്ചറിയുക. പണം, വിശിഷ്ടമായ വസ്ത്രങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവുമരങ്ങൾ, ആടുമാടുകൾ, ദാസന്മാർ എന്നിവയൊക്കെ സ്വന്തമാക്കാനുള്ള സമയമാണോ ഇത്? ഈ സമയം എന്തിനുള്ള സമയമാണ്? സ്വർഗം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ മണിക്കൂറുകൾ, ഈ സമയം എന്തിനുള്ള സമയമാണെന്ന് കർത്താവിൻ്റെ ജ്ഞാനത്തിൽ തിരിച്ചറിയുവാനുള്ള അഭിഷേകം ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്കുണ്ടാകണം. എലീശ വേദനയോടെ ചോദിക്കുന്നത്, എൻ്റെ യജമാനനായ ഏലിയായുടെ കൂടെ നടന്ന് അവൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ ഡബിൾ പോർഷൻ അനോയിന്റ്, ഇരട്ടി പങ്കിൻ്റെ അഭിഷേകം പ്രാപിച്ചവനാണ് ഞാൻ. ഗഹസി, എൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിക്കേണ്ട സമയമല്ല ഇത്. ഇത് പണമുണ്ടാക്കാനുള്ള സമയമാണോ? ഒലിവത്തോട്ടങ്ങൾ സമ്പാദിക്കാനുള്ള സമയമാണോ? വിശിഷ്ട വസ്ത്രങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള സമയമാണോ? ദാസന്മാരും ആടുമാടുകളും വിലയേറിയ വസ്തുവകകളും നിന്റെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാനുള്ള സമയമാണോ ഇത്? This is the time for double portion anointing. ഇത് ഇരട്ടി പങ്കിന്റെ അഭിഷേക സമയമാണ്. ഇത് ഇരട്ടി അഭിഷേകം ഏറ്റെടുക്കുവാനുള്ള സമയമാണ്. നശിക്കുന്ന അസംഖ്യ ആത്മാക്കളെ കർത്താവിനായി നേടുവാനുള്ള സമയമാണ്. This is the time for evangelization. സുവിശേഷവൽക്കരണത്തിനുള്ള സമയം.
തൻ്റെ സഭയെ കർത്താവ് ഈ ദൂത് അറിയിക്കുക. സഭയ്ക്ക് കർത്താവ് ഈ സമയം അനുവദിച്ച് തന്നിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളുടെ കാറ്റുകൾ സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴും കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ സഭയോട് പറയുക, ഈ സമയം സുവിശേഷവൽക്കരണത്തിനുള്ള സമയമാണ്. എനിക്ക് ദാഹിക്കുന്നുവെന്നുള്ള കർത്താവിൻ്റെ ദാഹത്തിന് മറുപടി കൊടുക്കുവാനുള്ള സമയമാണിത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സമയത്തെ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. എപ്പോഴും നമുക്ക് ഇതുപോലെ സമയം കർത്താവ് നൽകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. സമയത്തെ വേണ്ട വിധം നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ, പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ, പിന്നീടുള്ള നാളുകളിൽ നമ്മൾ ആഗ്രഹിച്ചാലും പിന്നെ സമയം സാധ്യതകൾ ലഭിച്ചു എന്ന് വരികയില്ല. നമ്മുടെ ഇൻട്രസ്റ്റുകളിൽ നിന്ന് എന്തിലേക്കാണ്? നമ്മുടെ താല്പര്യങ്ങളിൽ നിന്ന് എന്തിലേക്കാണ്? കർത്താവിൻ്റെ മനസ്സിലേക്കാണോ? കർത്താവിൻ്റെ സ്വപ്നങ്ങളും കർത്താവിൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ ജനത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രതീക്ഷകളും നിറവേറ്റുവാനാണോ നമ്മുടെ താല്പര്യം, നമ്മുടെ പ്രയോറിറ്റി? ഇന്ന് എന്തിനാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ നമ്മൾ ആത്മശോധന ചെയ്യണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മുടെ ഇൻട്രസ്റ്റ് ഇന്ന് എന്തിനാണ്? പണമുണ്ടാക്കാനാണോ? ലോകത്തിൻ്റെ മുൻപിൽ പ്രശസ്തി നേടാനാണോ? വസ്തുവകകൾ സ്വന്തമാക്കാനാണോ? ലോകത്തിൻ്റെ ഇമ്പകരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനാണോ? നമ്മുടെ കുടുംബങ്ങളെ മോടി പിടിപ്പിക്കാനാണോ? നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ഈ ലോകത്തിൽ പ്രശസ്തരായി തീരുവാനാണോ? എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ? ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമ്മോട് ചോദിക്കുക, ഈ സമയം എന്തിനുള്ള സമയമാണ്? ഇത് ഇതിനുള്ള സമയമല്ല. ലോകത്തിലെ വസ്തുക്കളെ നമുക്ക് വേണ്ട വിധം ഉപയോഗിക്കാം, എന്നാൽ അത് സ്വന്തമാക്കി അത് നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുവാൻ ഒരു നാളും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ലോകത്തെയോ ലോകമോഹങ്ങളെയോ ആരെങ്കിലും സ്നേഹിച്ചാൽ അവനിൽ ദൈവ പിതാവിൻ്റെ സ്നേഹം കുടികൊള്ളുകയില്ല. ലോകത്തോട് ലോകമോഹങ്ങളോടുമുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് പ്രിയ ദൈവത്തിൻ്റെ പൈതലേ ഞാൻ നീയും തിരിച്ചറിയണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിനതല്ലാത്തതുപോലെയുള്ളൊരു ജീവിതം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന സ്പിരിച്വൽ ലൈഫ്. ഇവിടെ ഇതാണ് പരിശുദ്ധാത്മ പറയുന്നത് തൻ്റെ ജനത്തോട്, സമയം തിരിച്ചറിയുക. ഇത് പണമുണ്ടാക്കാനുള്ള സമയമല്ല. റിയൽ എസ്റ്റേറ്റ് നടത്തി ധാരാളം വസ്തുവകൾ വാരിക്കൂട്ടി ധനസമ്പാദനത്തിനുള്ള സമയമല്ല. വിലയേറിയ വിശിഷ്ടമായ വസ്ത്രങ്ങൾ, ആടയാഭരണങ്ങൾ അണിഞ്ഞ് ലോകത്തിന് മുൻപിൽ കളർഫുൾ ആകേണ്ട സമയമല്ല. ദിസ് ഈസ് ദ ടൈം ഫോർ റിപ്പന്റൻസ്. ഇത് അനുദപിക്കുവാനുള്ള സമയമാണ്, മനസാന്തരപ്പെടുവാനുള്ള സമയമാണ്, കർത്താവിലേക്ക് തിരിയുവാനുള്ള സമയമാണ്. ഇത് സമർപ്പണത്തിനുള്ള സമയമാണ്, വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള സമയമാണ്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നഷ്ടപ്പെടുത്താതെ അത് ഉറപ്പുവരുത്തി ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഈ ലോകത്തിൽ ജീവിക്കേണ്ട സമയമാണ്. പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകം 14:15 അപ്പോസ്തലൻ യോഹന്നാൻ കാണുകയാണ്, മധ്യാകാശത്തോടെ പറക്കുന്നൊരു ദൂതൻ. ആ ദൂതൻ വിളിച്ചു പറയുകയാണ്, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായിരിക്കുന്നു, അരിവാളെടുത്ത് കൊയ്യുക. കൊയ്ത്തിനു കാലമായി പരിശുദ്ധാത്മ സഭയെ അറിയിക്കുകയാണ്. നിസ്സംഗതയും ഉദാസീന നിഷ്ക്രിയത്വം വിട്ടുകളഞ്ഞ് സഭയ്ക്ക് ഞാൻ തന്നിരിക്കുന്ന സമയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. കൊയ്ത്തിനു കാലമായി. ആത്മാക്കളെ നേടുക. കർത്താവിനായി, നിത്യതയ്ക്കായി അനേകം ആത്മാക്കളെ നേടുക. ഇത് ഇവാഞ്ചലൈസേഷനുള്ള സമയമാണ്. ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ പല നഷ്ടങ്ങളും തകർച്ചകളും നമുക്ക് സംഭവിക്കും പ്രിയപ്പെട്ടവരെ. ഇത് അനുദപിക്കുവാനുള്ള സമയമല്ലേ?
വെളിപാട് 2:5 പറയുന്നു, റിപ്പന്റ്, നീ അനുതപിക്കുക. എഫെസോസിലെ സഭയോടെ കർത്താവ് ഈ ദൂത് പറയുന്നത് ഇന്ന് നമ്മോട് ഓരോരുത്തരോടുമല്ല. നമുക്ക് ഒരുപാട് തലങ്ങൾ അനുതപിക്കുവാനില്ലേ? എന്തുമാത്രം അനുതപിക്കുവാനുണ്ട് നമുക്ക്. നമ്മുടെ മുൻഗണനകൾ മാറിപ്പോയി, നമ്മുടെ താല്പര്യങ്ങൾ മറ്റു പലതിലുമായി, പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ ഉദാസീനരായി, ദൈവവചന വായനയിലും ധ്യാനത്തിലും നമ്മൾ നിസ്സംഗതയുള്ളവരായി, കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നമ്മുടെ ഹൃദയങ്ങൾ തണുത്തുറഞ്ഞു പോയി, പരിശുദ്ധാത്മാവിന്റെ ചൂട് നഷ്ടപ്പെട്ട് ആറിപ്പോയ ജീവിതങ്ങളായി നമ്മൾ മാറ്റപ്പെട്ടു. മന്ദോഷരായ, മന്ദത ബാധിച്ച അരൂപികളായി നമ്മൾ മാറിയില്ലേ? വ്യക്തികളായി നമ്മൾ തീർന്നില്ലേ? പലപ്പോഴും കർത്താവിനെ സങ്കടപ്പെടുത്തിയില്ലേ? അനേകം മുന്നറിയിപ്പുകൾ ആവർത്തിച്ച് നമുക്ക് കർത്താവ് തന്നിട്ടും ആ മുന്നറിയിപ്പുകളെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് കർത്താവിന്റെ ഹൃദയത്തെ നമ്മൾ നൊമ്പരപ്പെടുത്തിയില്ലേ? അനുതപിക്കണം, 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 അനുതപിക്കണം. ഒരുപാട് തലങ്ങളെ ഓർത്ത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അനുതപിക്കുവാനുണ്ട്. ഈ സമയം ഒലിവ് തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വിശിഷ്ടമായ വസ്തുവകകളും സ്വന്തമാക്കാനുള്ള സമയമല്ല. ദിസ് ഈസ് ദ ടൈം ഫോർ റിപ്പൻറ്റൻസ്. റിപ്പൻറ്റൻസ്, അനുതപിക്കുവാനുള്ള സമയം, മാനസാന്തരപ്പെടുവാനുള്ള സമയം, പാപത്തെ പൂർണ്ണമായി വിട്ടുപേക്ഷിക്കുവാനുള്ള സമയം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:31 പറയുന്നുണ്ട്, ലോകത്തിലുള്ള സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന്, അനുതപിക്കണമെന്ന് കർത്താവ് ആജ്ഞാപിക്കുന്നു. കർത്താവിൻ്റെ ആഗ്രഹമാണിത്. നമ്മൾ അനുതപിക്കണം. കൃപ പെരുകും, അഭിഷേകം വർദ്ധിക്കും, നമ്മുടെ ജീവിതത്തിന് മേൽ പകരപ്പെട്ട ആത്മശക്തി പ്രബലപ്പെടുമ്പോൾ അനുതാപത്തിൻ്റെ ആഴം വർദ്ധിക്കും തോറും അഭിഷേകത്തിൻ്റെ കനം 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 പെരുകുകയാണ്, വർദ്ധിക്കുകയാണ്. ഈ സമയം എന്തിനുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ? പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. തീഷ്ണതയോടെ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട സമയം. കർത്താവ് തന്റെ സഭയെ അറിയിച്ച ദൂത് എന്താണ്? ലൂക്കായുടെ സുവിശേഷം 21:36 പറഞ്ഞു, മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് കരുത്ത് ലഭിക്കാൻ പ്രാർത്ഥനയിൽ സദാ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങൾ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. വാച്ച് ആൻഡ് പ്രേ. പ്രാർത്ഥനയിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയം. പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും കൂടുതൽ ശ്രദ്ധയുള്ളവരാകേണ്ട സമയം. നമ്മുടെ ഫോക്കസ് മാറിപ്പോകരുത്. നമ്മൾ നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. സ്വർഗം നിലവിളിക്കുകയാണ്, നമ്മെ പ്രതി സ്വർഗം നൊമ്പരപ്പെടുകയാണ്. This is the time for prayer. ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയം, പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുവാനുള്ള സമയം, ഉപവസിക്കുവാനുള്ള സമയം. സഭയുടെ റിവൈവലിന് വേണ്ടി, സഭയുടെ ശക്തീകരണത്തിന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി, തകർന്ന കുടുംബങ്ങളെ പുനഃസ്ഥാപനത്തിന് വേണ്ടി, ആനന്ദം നഷ്ടപ്പെട്ടു പോയി ജീവിതങ്ങളിൽ പരിശുദ്ധാത്മ ആനന്ദം നിറഞ്ഞ് കവിയാൻ വേണ്ടി, അനേക യുവജനങ്ങൾ വിശ്വാസത്തിന്റെ തീപിടിച്ച ആത്മാക്കളായി രൂപാന്തരപ്പെടാൻ വേണ്ടി പരിത്യാഗം ചെയ്ത് ഉപവസിച്ച് കരങ്ങൾ ഉയർത്തി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട സമയം. ഈ സമയത്ത് നമ്മൾ ഏലീശ ഗസ്സിയോട് പറഞ്ഞതുപോലെ ആടുമാടുകളും ദാസിദാസന്മാരെയും പണവും ധനസമ്പാദനവും ലോകമോഹങ്ങളും വിലപിടിപ്പുള്ള വസ്തുവകകളും വസ്ത്രങ്ങളൊക്കെ സ്വന്തമാക്കാൻ നമ്മുടെ സമയത്തെ നമ്മൾ വിനിയോഗിച്ചാൽ, നമ്മൾ ഓടി നടന്നാൽ, നമ്മുടെ കഴിവും നമ്മുടെ സാധ്യതകളും നമ്മുടെ എഫർട്ടുകളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ അവസാനം നമ്മൾക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നമ്മൾ വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. ഇത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി,
അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സമയം വിശുദ്ധീകരണത്തിൻ്റെ സമയമാണ്. നമ്മളെ തന്നെ സാൻറ്റിഫൈ ചെയ്യാൻ നാം കർത്താവിനെ അനുവദിക്കണം, പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. 1 തെസ്സലോനി 4:3 പറയുന്നില്ലേ, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, മറ്റൊന്നുമല്ല. എന്താണ് നമ്മുടെ വിശുദ്ധീകരണം? ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി മുറുകെ പിടിച്ച് ജീവിക്കുക. പത്രോസ്ലീഹ പറയുന്നില്ലേ, നമ്മുടെ ആത്മാവിനെതിരായി പോരാടുന്ന എല്ലാ ശുദ്ധികളിൽ നിന്നും നിങ്ങൾ അന്യരും പരദേശികളും എന്ന നിലയിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറണം, നിങ്ങൾ അതിൽ നിന്ന് അകന്നു നിൽക്കണം. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ അത്രയും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സാൻറ്റിഫൈ ചെയ്യാൻ, നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, നമ്മളെ കഴുകുവാൻ, നമ്മളെ വെണ്മയുള്ളവരാക്കാൻ, നമ്മളെ നിർമ്മലീകരിക്കുവാൻ നാം കർത്താവിനെ അനുവദിക്കുക. ഈശോ പറഞ്ഞില്ലേ പത്രോസിനോട്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോട് പങ്കില്ല. കർത്താവ് എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധി ചെയ്യണമേ, എന്നെ വെണ്മയുള്ളവനാക്കണമേ, എനിക്ക് പ്രകാശം നൽകണമേ, അങ്ങയുടെ തേജസ് കൊണ്ട് എന്നെ പൊതിയണമേ. നമുക്ക് എത്ര പേർക്ക് കർത്താവിനോട് പറയാൻ സാധിക്കും? നമുക്ക് എത്ര പേർക്ക് കർത്താവിനോട് ഈ വിധം പ്രാർത്ഥിക്കാൻ കഴിയും? നമ്മുടെ ജീവിതങ്ങളെ താഴ്ത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ നൽകുന്ന സമയം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ഓരോരോ സമയമാണ്. ഇപ്പോൾ ബെന്നി സാറിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമയം കൊടുത്തു. ആ സമയം തിരിച്ചറിഞ്ഞ് സാറ് പ്രവർത്തിച്ചപ്പോൾ ശാലോം ടെലിവിഷൻ ഉണ്ടായി, ശാലോം മാഗസിൻസ് ഉണ്ടായി, ശാലോം വേൾഡ് ഉണ്ടായി. ഇന്ന് സാർവത്രിക സഭയ്ക്ക് തന്നെ ശാലോമിൻ്റെ വിവിധങ്ങളായ മിനിസ്ട്രികൾ അനുഗ്രഹമായി പരിശുദ്ധാത്മാവ് വളർത്തി. എന്താ കാരണം? സമയം തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിച്ച സമയം തിരിച്ചറിഞ്ഞു. ആ സമയത്തിൽ മൂവ് ചെയ്തപ്പോൾ വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് സാധാരണക്കാരായ മനുഷ്യരിലൂടെ പ്രവർത്തിക്കുകയാണ്. നമ്മൾ ആത്മാവിനെ സമർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ മുൻപിൽ നമ്മളെ തന്നെ താഴ്ത്തി, ബാക്കിയെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊള്ളും. സമയം തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ പ്രവർത്തിക്കാം. എഫെസസ് 5:16 പറയുന്നു, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. പരിശുദ്ധാത്മാവിൻ്റെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. സഭ വളരട്ടെ, അനേക ആത്മാക്കൾ രക്ഷ പ്രാപിക്കട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മെ തെരഞ്ഞെടുത്തവനായ വിശ്വസ്തനായ നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ,